പ്രവാസി മലയാളി. അമ്മ ക്രിസ്റ്റബൽ ഡേവിഡ്. മൂത്ത മകൾ അന്ന ഡേവിഡ് യൂട്യൂബർ, MBA സെക്കൻഡ് ഇയർ പഠിക്കുന്നു. ഇളയ മകൾ സാറ ഡേവിഡ് ഫസ്റ്റ് ഇയർ MA പഠിക്കുന്നു. കസിൻ സിസ്റ്റർ ഏഞ്ചൽ മരിയ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്നു. മൂത്ത മകളുടെ ഫ്രണ്ട് മിൻഷ മുഹമ്മദ് അന്നയുടെ ക്ലാസ്സിൽ പഠിക്കുന്നു. ഒരു വീടിന്റെ പശ്ചാത്തലം. വീടിന്റെ ഉള്ളിൽ നിന്ന് സിനിമയുടെ ശബ്ദം ഉയർന്നു കേൾക്കാം. ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പച്ചക്കും പൂച്ചയ്ക്കും വരെ അറിയാം. ഇവിടെ പച്ചയും പൂച്ചയും ഒന്നും കാണുന്നില്ല. എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണ്. ഞാൻ ഈ നാട്ടുകാരനാണ്. ഞാൻ ഈ നാട്ടുകാരനല്ല. ഈ നാട്ടിന് പറ്റിയ ആളാണെന്ന് കണ്ടിട്ട് തോന്നുന്നില്ല. ഈ ഭൂമിക്ക് പറ്റിയ ആളെന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നും. ഇതാണ് അല്പം പെശക. ഞാനും. എന്തിനാ നിർത്തിയത്? നല്ല സിനിമയായിരുന്നില്ലേ? ഞങ്ങൾ ഇത് 1-2 പ്രാവശ്യം കണ്ടതാ. അത് ശരി. പിന്നെന്തിനാ ഇത് വെച്ച് ഞങ്ങളെ ഇരുത്തി കാണിച്ചത്? അല്ല, അത് നിങ്ങൾക്ക് മൂടൊന്ന് ചേഞ്ച് ആകട്ടെ എന്ന് വിചാരിച്ചു. അത് മാത്രമാണെന്ന് തോന്നുന്നില്ല അങ്കിളെ. ചേച്ചിക്ക് മറ്റെന്തോ ഉദ്ദേശം കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ആണോ? ഉദ്ദേശം എന്ന് പറയാൻ പറ്റില്ല. ആഗ്രഹം, ജസ്റ്റ് ഒരു ആഗ്രഹം. ഞാൻ പറഞ്ഞില്ലേ, ഉദ്ദേശത്തിന്റെ പേര് മാറ്റി ആഗ്രഹം എന്നാക്കി. ശരി, എന്തായാലും എന്താണ് ആ ഉദ്ദേശം എന്ന് പറ, കേൾക്കട്ടെ. ഏയ്, ഉദ്ദേശമല്ല, ആഗ്രഹം. ആഗ്രഹം എന്താണെങ്കിലും അത് പറ. അത് പറയാൻ ഒരു കമ്പനിക്ക് വേണ്ടി ഞാൻ ഒരാളെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സാറമോൾ പ്ലീസ് കം. അത് ശരി, സാറമോളും കൂടി അറിഞ്ഞുകൊണ്ടുള്ള പ്ലാനാണ്. വെറുതെ അല്ല ഇത്ര നേരം സാറമോൾ മിണ്ടാതിരുന്നത്. പപ്പ, അന്ന ചേച്ചിക്ക് ഒരാഗ്രഹം, ഇത്തവണത്തെ ക്രിസ്മസ് വെറൈറ്റി ആക്കണമെന്ന്. നമ്മളല്ലെങ്കിലും വെറൈറ്റി ആയിട്ടാണല്ലോ ആഘോഷിക്കാറ്. പിന്നെന്താ? ആണ്, പക്ഷെ അതുക്കും മേലെ ഒരു വെറൈറ്റി ആണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഓഹോ, അതെന്താ അതുക്കും മേലെ ഒരു പ്ലാൻ? പപ്പ, അത് സമ്മതിക്കണം. സമ്മതിക്കാം. പക്ഷേ അതിനു മുമ്പ് ആദ്യം ആ പ്ലാൻ പറ. അത് ഇത്തവണ ക്രിസ്മസിന് എന്റെ കോളേജിലെ ഫ്രണ്ട്സിനെ വിളിക്കണം. അത്രേ ഉള്ളൂ. അതിനെന്താ, നമുക്ക് വിളിച്ചേക്കാം. എന്നാ അത്രമാത്രമല്ല പപ്പ. ആഹാ, വരട്ടെ വരട്ടെ, അങ്ങനെ വരട്ടെ. അങ്കിൾ, ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് എന്തോ ദുരുദ്ദേശമുണ്ട്. മിണ്ടാതിരിയടി, ഞങ്ങൾ ഇത് പറഞ്ഞു തീർത്തോട്ടെ. പറഞ്ഞോ, ഞാൻ മിണ്ടുന്നില്ല. ഓ, നിങ്ങൾ പറയുന്നോ അതോ ഞാൻ പറയണോ? ഓഹോ, അപ്പോ നിനക്കും അറിയാമായിരുന്നു. അമ്മയും മക്കളും എല്ലാരും കൂടെ അറിഞ്ഞുകൊണ്ടാണല്ലേ എല്ലാം? അല്ല, എന്നോട് തന്നെ അവർ ഇന്നാ പറഞ്ഞത്. അപ്പോൾ ഞാനാ പറഞ്ഞത് നിങ്ങൾ തന്നെ പപ്പയോട് പറഞ്ഞാൽ മതി എന്ന്. ഇനി ഏഞ്ചലും അറിഞ്ഞുകൊണ്ടാണോ? അയ്യോ, അല്ല, എനിക്കറിയത്തില്ല. അയാം നിരപരാധി. ശരി, ഇനി ആരാന്ന് വെച്ച കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ എണീറ്റ് പോകും. പപ്പ, ഞാൻ തന്നെ പറയാം. ക്രിസ്മസിന് വരുന്ന എന്റെ ഫ്രണ്ട്സിനെല്ലാം നല്ലൊരു ക്രിസ്മസ് ഗിഫ്റ്റും കൂടെ കൊടുക്കണം. അതാണ് എന്റെ ആഗ്രഹം. അപ്പോ ചെലവുള്ള പരിപാടിയാണ്. എന്ത് ഗിഫ്റ്റാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? അത് 1 ഗ്രാമിന്റെ ഓരോ ഗോൾഡ് കോയിൻ. എന്റെ ദൈവമേ, ഗോൾഡ് കോയിനോ? ഇതല്ലല്ലോ നീ എന്നോട് പറഞ്ഞത്. എത്ര ഫ്രണ്ട്സ് ഉണ്ട് നിനക്ക് ക്ലാസ്സിൽ? ഒരു 9-10 പേർ, മാക്സിമം 10 പേർ. 10 പേരോ? ഇന്നത്തെ സ്വർണ്ണ വില വെച്ച് 10 പേർക്ക് 1 ലക്ഷം രൂപ. ആഹാ, നടക്കാൻ ഒട്ടും ചാൻസ് ഇല്ല. പ്ലീസ്, ചേച്ചിന്റെ ഒരു ആഗ്രഹമല്ലേ? പക്ഷേ അത്രയും പൈസ ഒന്നിച്ചെടുക്കാൻ വേണ്ടേ? അവളുടെ സേവിങ്സിൽ ഒരു 60,000 രൂപ കാണുമായിരിക്കും. ആണോ? 3 വർഷത്തെ സേവിങ്സ്. അപ്പോ ഞാൻ ബാക്കി 40,000 രൂപ തന്നാൽ മതിയല്ലേ? മതി, അങ്ങനെയാണെങ്കിൽ ഓക്കെ. അങ്കിളെ, നല്ലവണ്ണം ആലോചിച്ചിട്ട് മതി. ക്യാഷ് വെറുതെ കളയണ്ട. പിന്നെ പപ്പ, കൂട്ടത്തിൽ ഏഞ്ചലിനൊരു ഗോൾഡ് ലോക്കറ്റ് കൂടെ വാങ്ങാൻ എനിക്കൊരു പ്ലാൻ ഉണ്ട്. പിന്നെ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് സമ്മാനം കൊടുക്കുന്നത് നല്ല കാര്യമാണ്. കൊടുക്കാം, കുഴപ്പമില്ല. എന്താ നിന്റെ അഭിപ്രായം? പറ്റുവാണെങ്കിൽ എനിക്കും ഓക്കെയാണ്. എന്നാലും എനിക്കും ഓക്കെയാണ്. താങ്ക് യു പപ്പ, സ്വീറ്റ് പപ്പ. എന്റെ സ്വർണ്ണ ലോക്കറ്റ് മറക്കണ്ട. അന്നേ ദിവസം വൈകുന്നേരം അമ്മയും മകളും സംസാരിക്കുന്നു. ഇത് കൊള്ളാം അല്ലേ അമ്മ? കൊള്ളാം, പക്ഷെ നീ വേറെ 1-2 കൂടി നോക്കി വെച്ചോ.
ഇനി 4 ദിവസം കൂടിയുള്ളൂ. നാളെ എന്തായാലും ഓർഡർ കൊടുക്കണം. നീ ബോയ്സിനെ ഒന്നും വിളിക്കുന്നില്ലേ? ഓ, അവരെ വിളിച്ചാൽ കുറേ പേരെ വിളിക്കേണ്ടി വരും. തൽക്കാലം ഗേൾസ് മതി. ഓക്കെ ആട്ടെ. എത്ര ഗേൾസ് ഉണ്ട് ക്ലാസ്സിൽ? 11 പേർ. 11 പേർ. അതെന്താ നീ ഒരാളെ മാത്രം വിളിക്കാത്തത്? അല്ല, 10 വരെ നീ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അതാരാ നീ വിളിക്കാത്ത 11ാമത്തെ ആൾ? അതാ മിൻഷ മുഹമ്മദ്. മിൻഷായെ നീ എന്താ വിളിക്കാത്തത്? മുൻപ് നിന്റെ ഫ്രണ്ട് ആയിരുന്നല്ലോ. ആയിരുന്നു, പക്ഷെ ഇപ്പോൾ അല്ല. കാരണം അവളുടെ ആ വർത്തമാനവും അണിഞ്ഞൊരുങ്ങിയുള്ള നടത്തവും കാണുമ്പോഴേ എല്ലാവർക്കും അവളോട് വലിയ സ്നേഹമാണ്. ഞാനൊരു പഠിപ്പിയായിട്ടും പിള്ളേർക്കെല്ലാം അവളോട് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനിപ്പം മിണ്ടാറില്ല. ഇതൊക്കെ വലിയൊരു പ്രശ്നമാണോ? ക്ഷമിച്ചൂടെ? സോറി, എനിക്ക് ക്ഷമിക്കാൻ പറ്റൂല. ക്രിസ്തുമസിന് 2 ദിവസം മുമ്പ് അന്ന ഡേവിഡിന്റെ വീട്ടിൽ ഉച്ചസമയം. ചേച്ചി, അമ്മ എങ്ങോട്ടാ പോയത്? ഗോൾഡ് കോയിൻ വാങ്ങിക്കാനാണോ പോയത്? അത് നാളെ വൈകുന്നേരമേ ഗോൾഡ് കോയിൻ കിട്ടും. അവിടെ സ്റ്റോക്ക് എത്തിയിട്ടില്ല. അമ്മ ബാങ്കിൽ പോയതാ. എന്റെ ലോക്കറ്റ് സെറ്റ് അല്ലേ? ഉണ്ടംപൊരി, നിനക്ക് ലോക്കറ്റല്ല ഞാൻ വാങ്ങി തരുന്നത്. ചതിച്ചു എന്നെ അപ്പോൾ പറ്റിച്ചതാണല്ലേ? അതെ, നിന്റെ ഡയലോഗ് അടി നിർത്താൻ ഞാനപ്പോൾ വെറുതെ പറഞ്ഞതാ. എന്നാൽ ഞാൻ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ബഹിഷ്കരിച്ചിരിക്കുന്നു. ബഹിഷ്കരിച്ചോ? എനിക്കെന്താ? മതി ചിരിച്ചത്. ചേച്ചി വിഷമിക്കണ്ട, ഈ പ്രാവശ്യം സാന്റ കൊണ്ടുവരുന്ന ഗിഫ്റ്റ് നിനക്ക് തരാം. അതിന് ഇത്തവണ സാന്റ വന്നെങ്കിലല്ലേ? സാന്റ വരൂല. നിങ്ങൾ ക്രിസ്മസ് എന്ന് പറഞ്ഞ് ഗോൾഡ് കോയിനൊക്കെ വാങ്ങി എന്തൊരു ദൂർത്താ. സാന്റ പാവങ്ങളുടെ വീട്ടിലേ പോകൂ, ഇവിടെ വരൂല. അല്ലല്ല, എന്തായാലും സാന്റ വരും അല്ലേ ചേച്ചി? സാറ വിഷമിക്കണ്ട, എന്തായാലും ഇവിടെ സാന്റ വരൂല. ഓ ചേച്ചി, ഞാൻ പിണക്കമാണ്. കോളിംഗ് ബെൽ മുഴങ്ങുന്നു. അന്ന ഡോർ തുറക്കുമ്പോൾ വീടിന് മുന്നിൽ മിൻഷ മുഹമ്മദ് വന്നു നിൽക്കുന്നു. നല്ല ഇഷ്ടക്കുറവോടെ അന്ന ചോദിക്കുന്നു, മിൻഷ, നീയോ? അതെ, നിൻഷ തന്നെ. ഞാൻ വിചാരിച്ചു നീ എന്നെ കാണുമ്പോൾ ഞെട്ടും, സർപ്രൈസ് ആകുമെന്ന്. ഇജെന്താ ഇങ്ങോട്ട്? ആദ്യം അകത്തേക്ക് വരട്ടെ. എവിടെ നിന്റെ അമ്മയും അനിയത്തിയും? അമ്മ ടൗണിൽ പോയിരിക്കുന്നു. സാറ വീട്ടിലുണ്ട്. പിന്നെ എന്തായി ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ? നീ എല്ലാവരെയും ക്ഷണിച്ചു എന്നൊക്കെ ഞാൻ അറിഞ്ഞു. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. എല്ലാവരെയും വിളിക്കുന്നില്ല, കുറച്ചു പേരെ മാത്രം. ആ കുറച്ചു പേരിൽ ഞാനുണ്ടോ? ഈ സമയം പുറത്തുപോയ അമ്മ കടന്നു വരുന്നു. അമ്മയ്ക്ക് മിൻഷായെ മനസ്സിലാകുന്നു. മിൻഷായോട് ഇരിക്കാൻ പറഞ്ഞിട്ട് കുടിക്കാൻ എടുക്കാനായി അകത്തേക്ക് പോകുന്നു. അന്നയും അമ്മയുടെ പുറകെ അടുക്കളയിലേക്ക് പോകുന്നു. എന്താ മോളെ വിശേഷിച്ച്? വെറുതെ ഇറങ്ങിയതാണോ? ഇല്ല ആൻറ്റി, എന്നെ കാണാനായിട്ട് തന്നെ ഇറങ്ങിയതാ. നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാനിതാ വരുന്നു. അമ്മ അടുക്കളയിലേക്ക് പോകുന്നു. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എനിക്ക് സംസാരിക്കാനൊന്നുമില്ല. ഒന്ന് പറയുന്ന കേൾക്കടോ. ഇനി പറയാൻ ഞാൻ ആ കോളേജിൽ ഉണ്ടാകൂല. നീ ഇരി, ഞാൻ മറ്റന്നാൾ ഇവിടുന്ന് പോകുന്നു. TC ഒക്കെ വാങ്ങി. പിന്നെ നിന്നെ ഒന്ന് കാണാനും യാത്ര പറയാനുമൊക്കെയാണ് ഞാൻ വന്നത്. നീ ക്രിസ്മസിന് എല്ലാവരെയും വിളിച്ചു എന്നൊക്കെ ഞാൻ അറിഞ്ഞു. എന്നെ വിളിക്കൂല എന്ന് എനിക്കറിയാം. എന്തിനാ TC വാങ്ങിപ്പോണത്? മിൻഷ മിണ്ടാതെ നിൽക്കുന്നു. TC എന്തിനാ വാങ്ങിയത്? അത് പറ. അത് ഇത്താത്തയ്ക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് വേണ്ടിയാ. ഇവിടെ ഞങ്ങൾ കുറച്ച് ശ്രമിച്ചു, പക്ഷേ ക്യാഷ് ഒന്നും റെഡിയായില്ല. എൻ്റെ പഠന ചെലവും ഇത്താത്തയുടെ ഓപ്പറേഷനും ഒക്കെ ആയി വലിയൊരു തുക വേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് നാട്ടിലേക്ക് പോവുകയാണ്. സോറി എല്ലാത്തിനും. ഇക്കാര്യം നിന്നോട് നേരിട്ട് വന്ന് പറയണം എന്ന് തോന്നി, അതാ വന്നത്. മിൻഷ പറയുന്നത് കേൾക്കുന്ന അന്ന പൊട്ടിക്കരയുന്നു. അവൾക്ക് മിൻഷയോട് ക്ഷമിക്കാൻ കഴിയുന്നു. അവൾ പോകാനിറങ്ങിയപ്പോൾ അന്ന അവളെ വിളിച്ചു. മിൻഷ, ഇതെന്താ? എൻ്റെ ക്രിസ്മസ് ഫ്രണ്ടിന് കൊടുക്കാൻ ഞാൻ വാങ്ങി വെച്ച ഗിഫ്റ്റാണ്. ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു. ഗിഫ്റ്റ് തുറന്നു നോക്കുമ്പോൾ മിൻഷ ഞെട്ടിപ്പോയി. അതിനുള്ളിൽ കുറെ 500ന്റെ നോട്ടുകൾ. അന്ന തന്റെ കയ്യിലുള്ള പൈസയും അച്ഛന്റെ കയ്യിലെ പൈസയും ചേർത്ത് 1,00,000 രൂപ മിൻഷയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. മിൻഷ, നിന്റെ ഇത്താന്റെ ഓപ്പറേഷന് ഇത് തികയുമോ എന്നറിയില്ല. എന്നാലും നീ ഇവിടുന്ന് TC വാങ്ങി നാട്ടിലേക്ക് പോകരുത്. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നു. ഇതെന്റെ ക്രിസ്മസ് സമ്മാനമായി നീ വച്ചോ. എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല കേട്ടോ.
നമുക്കെല്ലാവർക്കും ഇത്തവണത്തെ ക്രിസ്മസ് ഒരുമിച്ച് എൻ്റെ വീട്ടിൽ ആഘോഷിക്കാം. 25-ാം തീയതി നീ നിന്റെ ഉപ്പായെയും ഉമ്മയെയും താത്തയും കൂട്ടി ഇവിടെ വരണം. നമുക്കെല്ലാവർക്കും ക്രിസ്മസ് അടിച്ചു പൊളിച്ച് ആഘോഷിക്കാം. അപ്പോൾ നമുക്കും അവരോടൊപ്പം ക്രിസ്മസ് അടിച്ചു പൊളിക്കാം. മെരി ക്രിസ്മസ്.